ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു നല്ല ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പച്ചക്കറിയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ക്യാരറ്റിൻ്റെ പകുതി. ഇനി നമുക്ക് വേണ്ടത് വറുത്ത റവയാണ്. ഇത്രയും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കണം. ഇതിപ്പോൾ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ നിറമൊന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം ഞാനിതിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാനൊരു 3 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, ഞാൻ ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം എല്ലാം കൂടെ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, അധികം വഴറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് പൊടിയായിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പം നമുക്ക് അധികം വെള്ളം വേണ്ട. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് യോജിപ്പിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ടിത് കുറച്ച് പൊടി പോലെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്